രാജ്യത്ത് മറ്റൊരു വമ്പൻ പദ്ധതി കൂടി യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുകയാണ്. അസമിൽ ബ്രഹ്മപുത്ര നദിക്കടിയിലൂടെ 15.79 കിലോമീറ്റർ ദൈർഘ്യത്തിൽ റോഡ്, റെയിൽ, തുരങ്കപാത പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയതോടെയാണ് മറ്റൊരു വമ്പൻ പദ്ധതി യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുന്നത്. ബ്രഹ്മപുത്ര നദിക്കടിയിലൂടെ റോഡും റെയിലും ഒരുമിച്ച് നിർമ്മിക്കുന്ന അപൂർവ പദ്ധതിയാണിത്. 18,665 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി വെള്ളത്തിനടിയിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെയും ലോകത്തെ രണ്ടാമത്തെയും റോഡ്, റെയിൽ തുരങ്കമായിരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തിക കാര്യങ്ങളുടെ മന്ത്രിസഭാ സമിതി കഴിഞ്ഞ ദിവസമാണ് പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. അതോടെ ലോകരാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുന്നത് ഇന്ത്യയിലേക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ ഇരട്ട ട്യൂബ് റോഡ് കം റെയിൽ ടണൽ പദ്ധതിയുടെ ആകെ നീളം 34 കിലോമീറ്റർ ആയിരിക്കും. റോഡ്, റെയിൽ ഗതാഗതം സുഗമമാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത 2 സമാന്തര തുരങ്കങ്ങൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടും. എഞ്ചിനീയറിംഗ്, പ്രൊക്യൂട്ട്മെന്റ്, കൺസ്ട്രക്ഷൻ മോഡലിലാണ് പദ്ധതി നടപ്പിലാക്കുക. പൂർത്തിയാകുമ്പോൾ ഇത് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ റോഡ് കം റെയിൽ ടണലും ലോകത്തിലെ രണ്ടാമത്തെ അത്തരത്തിലുള്ള തുരങ്കവുമാവും. പദ്ധതി അസമിലേക്കും അരുണാചൽ പ്രദേശിലേക്കും അതിവേഗ കണക്ടിവിറ്റി നൽകും. അസമിലെ ബ്രഹ്മപുത്രയ്ക്ക് കുറുകെ ഗോഹ്പൂരിനെയും സുമലിഘട്ടിനെയും ബന്ധിപ്പിക്കുന്ന 15.8 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇരട്ട ടണൽ നിർമ്മിക്കുന്നതിന് അടുത്തിടെ അനുമതി നൽകിയിരുന്നു. തുരങ്കങ്ങളിൽ ഒന്നിൽ റെയിൽ പാതയ്ക്കുള്ള സൗകര്യം ഉണ്ടായിരിക്കും. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ നുമലിഗഡ്, ഗോഹ്പൂരി ദേശീയപാതകളെ ബന്ധിപ്പിക്കുന്ന നിർമ്മിതി 240 കിലോമീറ്റർ, സഞ്ചരിച്ചെത്തേണ്ട ദൂരം 33.7 കിലോമീറ്റർ ആക്കി കുറയ്ക്കും. 6 മണിക്കൂറുള്ള യാത്രാ സമയം അരമണിക്കൂറായി കുറയും. നിലവിൽ നുമലിഗഡ്, കസിംഗ്രംഗ ദേശീയോദ്യാനം, വിശ്വനാഥ് ടൗൺ എന്നിവ കടന്നു പോകാൻ മണിക്കൂറാണ് വേണ്ടിവരുന്നത്. ഈ വെല്ലുവിളി നേരിടുന്നതിനായാണ് NH50 ഗോഹ്പൂരിൽ നിന്ന് നുമലിഗഡിലേക്കുള്ള 4 വരി ആക്സസ് കൺട്രോൾ ഗ്രീൻഫീൽഡ് കണക്ടിവിറ്റിയായി ബ്രഹ്മപുത്ര നദിക്ക് അടിയിലൂടെ റോഡ്, റെയിൽ തുരങ്കപാത വികസിപ്പിക്കുക. ഇത് ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ റോഡ് കം റെയിൽ പാതയായിരിക്കും. ലോകത്തിലെ രണ്ടാമത്തെയും പാതയാണിത്. അസം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മറ്റു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് പദ്ധതി നേട്ടമാകും. അസമിലെ നുമലിഗഡ്, തേസ്പൂർ, ഗോഹ്പൂർ, ദിബ്രുഗഡ്, അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗർ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് പദ്ധതി. ചെലവ് കുറച്ച് ചരക്ക് നീക്കം വേഗത്തിലാക്കാനും കാര്യക്ഷമമാക്കാനും സാധിക്കും. ജനങ്ങളുടെ സഞ്ചാരം വേഗത്തിലാക്കുകയും ചെയ്യും. ഇതിനൊപ്പം സാമൂഹിക, സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും. അസമിൽ ഉടനീളമുള്ള പ്രധാന സാമ്പത്തിക, സാമൂഹിക, ലോജിസ്റ്റിക് റോഡുകളിലേക്ക് തടസ്സമില്ലാത്ത കണക്ടിവിറ്റി നൽകുന്ന പദ്ധതി മേഖലയിൽ ഉടനീളമുള്ള ചരക്ക് നീക്കം ശക്തമാക്കുകയും യാത്ര വേഗത്തിലാക്കുകയും ചെയ്യും. 18,662 കോടി രൂപ ചെലവ് കണക്കാക്കുന്ന പദ്ധതിയിൽ 11,982.36 കോടി രൂപ നിർമ്മാണത്തിനും 716.65 കോടി രൂപ ഭൂമി ഏറ്റെടുക്കലിനും ചെലവഴിക്കും. അതിർത്തി കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുകയും അതിർത്തി കടന്നുള്ള വ്യാപാരം സുഗമമാക്കുകയും അതുവഴി ഈ മേഖലയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കാനും കാരണമാകും. ചരക്ക് നീക്കത്തിന്റെ കാര്യക്ഷമതയും ലോജിസ്റ്റിക് ചെലവും കുറയും. കൂടാതെ വലിയ തോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ബ്രഹ്മപുത്ര നദിക്ക് അടിയിലുള്ള തുരങ്കം 33.7 കിലോമീറ്റർ നീളമുള്ളതാണ്. 2 ലൈനുകളുള്ള റോഡ് തുരങ്കവും 1 ട്യൂബിൽ റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.